അന്നൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളോ അതുപോലെയുള്ള ചുറ്റുപാടുകളോ അല്ല ഇന്ന് പൊതുമംഗലത്ത്. അന്നു തന്നെ ആ സമയത്ത് ധാരാളം പ്രവർത്തകർ കല്ലേറുകൾക്ക് വാങ്ങി രക്തം കാലിൽ നിന്നൊലിച്ചപ്പോ, അതുപോലെ തന്നെ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രവർത്തകരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട വലിയുമ്മമാർ അന്ന് കരഞ്ഞിട്ടുണ്ട്, ഉസ്താദിന് വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ സത്യത്തിൽ ഉസ്താദിനൊന്നും പറ്റിയിട്ടില്ല. അന്ന് ഒരു കല്ല് ഏതോ ഒരു വിവരദോഷിയുടെ അന്നത്തെ വിവരമില്ലാത്തതിന്റെ പേരിൽ ഉസ്താദിന് നേരെ പതിച്ചതും ഉസ്താദിന്റെ കീശയിൽ പേനയിൽ മാത്രം കൊണ്ട് അത് തെറിച്ചുപോയതും ഈ നാട്ടുകാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ആ കല്ല് ഇരുട്ടിന്റെ മറവിൽ ആരാണോ ഈ സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞത് അദ്ദേഹം ഇന്ന് ഈ സദസ്സിലിരിക്കുന്നുണ്ട്. മൊയ്തീൻ എന്ന് പറയുന്ന സുഹൃത്ത് ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യമായി അദ്ദേഹം ഇവിടെയുണ്ട്. പരിപാടി നിശ്ചയിച്ചത് മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യമായി അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം പറയുന്നു, അന്ന് ഞാനൊരു വഹാബി ആശയക്കാരനായിരുന്നു, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഞാനൊരു സുന്നി പ്രസ്ഥാനത്തിന്റെ ആ വലിയ പ്രവർത്തകനായിട്ടാണ് ഇരിക്കുന്നത്.